ആദ്യമേ തന്നെ അമ്മ മാതാവിന് 1000 നന്ദി. എൻ്റെ പേര് ലീന, ഇതെൻ്റെ ഭർത്താവ് ജെറോ. എൻ്റെ ഹസ്ബൻഡ് ഏപ്രിൽ 18 ഒരു ചുമയും ശ്വാസമുട്ടുമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. 22 വരെ യാതൊരു കുഴപ്പമില്ലാതിരുന്ന എൻ്റെ ഹസ്ബൻഡിന് പെട്ടെന്ന് ഫിക്സ് പോലെ വന്ന് അവർ വെൻറ്റിലേറ്ററിലോട്ട് മാറ്റി. പിന്നെ ആ ഫിക്സ് കണ്ടിന്യൂസ് വന്നുകൊണ്ടിരുന്നു, സ്റ്റോപ്പ് ആവുന്നില്ലായിരുന്നു. അങ്ങനെ അവർ സെഡേഷൻസ് കൊടുത്ത് ആൾ കോമ സ്റ്റേജിലോട്ട് പോയി. അപ്പോൾ ഡോക്ടേഴ്സിനെ കണ്ടപ്പോൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുക, എന്താ സംഭവിക്കാമെന്ന് അറിയില്ല, നിങ്ങൾ ദൈവത്തെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും ദൈവത്തെ വിളിച്ചുകൊണ്ടിരുന്നു. 25 ആയി, യാതൊരു വ്യത്യാസവും ഇല്ല. കണ്ടിന്യൂസ് EEG മോണിറ്ററിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒട്ടും വ്യത്യാസം വരുന്നില്ല. അപ്പോഴും ഫിക്സ് ഇങ്ങനെ കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവർക്ക് സെഡേഷൻ്റെ ഡോസ് കുറയ്ക്കാനും പറ്റുന്നില്ല. അങ്ങനെ 26-ാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത്, ഉടമ്പടിയിൽ ഞാനൊരു കാര്യം മാത്രമേ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഹസ്ബൻഡിന് കോൺഷ്യസ് ആവണം, ഓർമ്മ തിരിച്ചു കിട്ടണം, ഞങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞത്, ഇപ്പോൾ കോമയിൽ നിന്ന് കോൺഷ്യസ് ആയാലും നിങ്ങളെ തിരിച്ചറിയോ, ഓർമ്മ തിരിച്ചു കിട്ടുമെന്നൊന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾക്ക് ആകെ വിഷമായി. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് അന്ന് തന്നെ എനിക്ക് അച്ഛനെ കാണാൻ പറ്റി. ഞാനവിടെ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അപ്പോൾ എൻ്റെ കയ്യിലൊരു വെൻറ്റിലേറ്ററിൽ എൻ്റെ ഹസ്ബൻഡ് കിടക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഫോൺ കൊടുത്തു കഴിഞ്ഞപ്പോൾ അച്ഛൻ ആ ഫോട്ടോ മാതാവിൽ തൊട്ട് പ്രാർത്ഥിച്ച്, അങ്ങനെ ഞാൻ ഈ ഉടമ്പടി തൈലവും തേനും എപ്പോഴും ഐസിയുവിൽ കയറുമ്പോൾ നാവിൽ തൊട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എപ്പോഴും കയറി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലുമായിരുന്നു. എന്തോ ദൈവത്തിൻ്റെ ഒരു കൃപ പോലെ എനിക്ക് ഞാൻ ചെല്ലുന്ന പെർമിഷൻ ചോദിക്കുമ്പോഴെല്ലാം അവരെന്നെ അലൗഡ് ചെയ്തുകൊണ്ടിരുന്നു എൻ്റെ ഹസ്ബൻഡിനെ കാണാനായിട്ട്. അങ്ങനെ എപ്പോഴും ഞാൻ വെളുപ്പിന് 3 മണിക്ക് 5 മണിക്ക് എപ്പോൾ ചെന്നാലും ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി ഈ തൈലം തൊട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. പിറ്റേ ദിവസം അച്ഛൻ എൻ്റെ ഭർത്താവിൻ്റെ ഫോട്ടോ മാതാവിൽ തൊട്ട് പ്രാർത്ഥിച്ച ആ കറക്റ്റ് ടൈമിൽ എൻ്റെ ഹസ്ബൻഡ് നാവനക്കി കണ്ണ് തുറന്നു. കണ്ണ് തുറന്ന വഴി സിസ്റ്റർമാരെന്നെ വിളിച്ച്, ഞാൻ കയറിയ വഴി എന്നെ കണ്ടപ്പോൾ പെട്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഡോക്ടേഴ്സ് ഞങ്ങളോട് പറഞ്ഞത്, ആൾക്ക് ഓർമ്മ കിട്ടുമോ, കോൺഷ്യസ് ആയാലും നിങ്ങളെ തിരിച്ചറിയോ, ഒന്നും പറയാൻ പറ്റില്ല എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. പക്ഷേ എൻ്റെ ഭർത്താവ് കണ്ണ് തുറന്ന വഴി എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി, എനിക്കൊരു കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ സെഡേഷൻസിൻ്റെ കാരണം കൊണ്ട് ആളുടെ ഫുൾ മസ്കുലർ അട്രോപ്പി ആയി, മസിൽസ് എല്ലാം വീക്കായിപ്പോയി, കൈയും കാലൊന്നും അനങ്ങൂലായിരുന്നു. പിന്നെ ടെമ്പറേച്ചർ കുറയാതെ വന്നു. വെൻറ്റിലേറ്ററിൽ നിന്ന് വെൻറ്റിലേറ്റർ ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക്. ട്രക്യോസ്റ്റമി ചെയ്ത് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ടെമ്പറേച്ചർ കുറയുന്നില്ല. ടെമ്പറേച്ചർ കാരണം ട്രക്യോസ്റ്റമി 2-3 പ്രാവശ്യം പ്രോസ്പോൺ ചെയ്ത് CRP കൂടിക്കൊണ്ടിരുന്നു. അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് വന്നുകൊണ്ടിരുന്നു. അപ്പോഴും ഞാൻ ഈ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു. അതേപോലെ തന്നെ ഞാൻ കയറുമ്പോഴെല്ലാം ഈ മാതാവിൻ്റെ തൈലം തൊട്ടു നെറ്റിയെ കുരിശ് വരയ്ക്കും, വിശ്വാസപ്രമാണം ചൊല്ലും. അതേപോലെ തന്നെ തേൻ നാവിൽ തൊട്ട് കൊടുക്കും. പിന്നെ ഇവിടെ നിന്ന് കിട്ടിയ ഉടമ്പടി കാശ് രൂപവും അച്ഛൻ തന്ന കാശ് രൂപമൊക്കെ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ ഞാൻ കൊടുത്തായിരുന്നു. അപ്പോൾ അത് കയ്യിൽ മുറുകെ പിടിച്ചിട്ടാണ് എൻ്റെ ഭർത്താവ് കിടന്നുകൊണ്ടിരിക്കുന്നത്. അവരെന്തെങ്കിലും നഴ്സുമാരെന്തെങ്കിലും പ്രൊസീജിയറിന് വേണ്ടി അതെടുത്ത് മാറ്റിയാലും അതവർ തിരിച്ച് കയ്യിൽ കൊടുക്കണമെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരതെന്നും തിരിച്ച് കൊടുക്കുമായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് കയ്യിൽ 24 hours എൻ്റെ ഹസ്ബൻഡ് കയ്യിൽ ആ മാതാവിൻ്റെ കാശ് രൂപം ഉണ്ടായിരുന്നു. പിന്നെ അവർക്ക് വെൻറ്റിലേറ്റർ ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല, ട്രക്യോസ്റ്റമി ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെയും ഞാനിവിടെ വന്ന് ഒന്നും കൂടെ വന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ വേറൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. അച്ഛൻ പിന്നെയും മാതാവിനെ തൊട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവർക്ക് ട്രക്യോസ്റ്റമി ചെയ്യാൻ പറ്റി. വെൻറ്റിലേറ്ററിൽ നിന്ന് പിന്നെ ഒരു 5 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വെൻറ്റിലേറ്റർ സപ്പോർട്ട് കുറച്ചുകൊണ്ട് വന്ന് CPAP ആക്കി. അത് കഴിഞ്ഞ് 35 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ പോർട്ടബിൾ വെൻറ്റിലേറ്ററിലോട്ട് മാറ്റി, ബൈപ്പാപ്പിലോട്ട്. പിന്നെ ദൈവത്തിൻ്റെ കൃപയും കൊണ്ട് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് റൂമിലോട്ട് മാറ്റി. എന്നാണ് ജൂൺ 5-ാം തീയതി റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് വിത്ത് ബൈപ്പാപ്പ്. അത് വെൻറ്റിലേറ്ററിൻ്റെ ചെറിയൊരു മെഷീനാണ്, അത് വെച്ചിട്ട് റൂമിലോട്ട് മാറ്റി. അപ്പോഴും ഈ കാർബൺ ഡൈ ഓക്സൈഡ് കൂടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. സെക്രീഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എപ്പോഴും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും. എന്നും രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും എല്ലാം തൈലം തൊട്ട് കൊടുക്കും. അതേപോലെ ഭർത്താവിന് വിശ്വാസമായി, മാതാവിനെ രക്ഷിക്കുന്ന എപ്പോഴും എൻ്റെ അടുത്ത് പറയുമായിരുന്നു. പിന്നെ കൈയും കാലൊക്കെ പയ്യെ അനക്കി തുടങ്ങി. അങ്ങനെ ജൂലൈ 5-ാം തീയതി എൻ്റെ ഹസ്ബൻഡ് 6 മാസം എടുക്കും നടക്കാനെന്ന ഡോക്ടേഴ്സ് അവിടെ നിന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ കൃപയും കൊണ്ട് 3 മാസം കൊണ്ട് എൻ്റെ ഹസ്ബൻഡ് പയ്യെ നടന്നു തുടങ്ങി.
പിന്നെ വീട്ടിൽ വന്നാലും ഓക്സിജൻ വെക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടേഴ്സ് നമ്മളെ വിട്ടത്. പക്ഷേ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ ഓക്സിജൻ യൂസ് ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ല. ദൈവത്തിൻ്റെ കൃപയെ കൊണ്ട് ഇത്രയും ആരോഗ്യവാനായിട്ട് എൻ്റെ ഭർത്താവിനെ എനിക്ക് ദൈവം തിരിച്ചു തന്നു. അമ്മ മാതാവിൻ്റെ ഒരു കൃപ കൊണ്ട് മാത്രമാണ് എൻ്റെ ഭർത്താവ് ഇപ്പോൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയാനായിട്ട് നിൽക്കുന്നത്. അമ്മ മാതാവിന് 1000 നന്ദി. ദൈവമേ, ഞങ്ങളെ പുനരുദ്ധരിക്കും.